ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തേർഡ് പാർട്ടാണ്. ഈ തേർഡ് പാർട്ടിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. അതായത് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ കോൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്യൂട്ടിയുടെ അവസാനത്തെ വീഡിയോ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോയോട് കൂടി സിലബസ് കംപ്ലീറ്റ് ചെയ്യും. 4 മൊഡ്യൂൾസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത വീഡിയോസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാനുള്ളത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഏരിയ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വോയിസ് ആയിട്ടും ചിലത് വീഡിയോ ക്ലാസ്സുകളായിട്ടും ചിലത് യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒന്നാമത്തെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് കർണാടകയിലെ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ ജനിച്ചു, എത്ര ആളുകൾ മരിച്ചു എന്ന് കണക്കാക്കുക. 1981 ഡേറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബർത്തും ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ബർത്ത് റേറ്റും ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് തമ്മിൽ വ്യത്യാസമുണ്ട്. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1000-ൽ എത്ര ആളുകൾ ജനിക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ ബർത്ത് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാലോ ഒരു പോപ്പുലേഷനിൽ ആകെ എത്ര ആളുകൾ ജനിച്ചു എന്നുള്ളതാണ്. അവിടെ 1000 പോപ്പുലേഷനിൽ എത്ര ആളുകൾ ജനിച്ചു എന്നല്ല നോക്കുന്നത്. ക്ലിയർ? ഡെത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1000-ൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതാണ് നോക്കുക. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാലോ ആകെ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് വരുന്നു. ബർത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? B/P × 1000 ആണ്. എന്താ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത്, പി പറഞ്ഞാൽ പോപ്പുലേഷൻ × 1000 ചെയ്യുക. അപ്പോൾ ബർത്ത് റേറ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയും 34.3 അവിടെ കൊടുത്തു. ഈക്വൽ ടു ബി ബർത്ത് റേറ്റ് നമുക്കറിയില്ല, പോപ്പുലേഷൻ എഴുതി വെച്ചു × 1000. അപ്പോൾ ഈ 3 0 വെട്ടിക്കളഞ്ഞു. ബാക്കി ഈ ഒരു സംഭവത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഡിവിഷൻ എന്തായിട്ട് മാറി? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറി. അപ്പോൾ 34. ബി സി ഈക്വൽ ടു ബർത്ത് അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 34.3 × 37,043 ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ ഡെത്ത് റേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ടോട്ടൽ ഡെത്ത് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ × 1000 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് കൊടുത്തു. ഡി നമുക്കറിയില്ല, പോപ്പുലേഷൻ തന്നിട്ടുണ്ട് × 1000. ഡെത്ത് റേറ്റ് 12.7 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 3 0 വെട്ടിക്കളഞ്ഞു. ബാക്കി D/37,043 ആണ്. ഡിവിഷൻ എപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ഡി സി ഈക്വൽ ടു 12.7 × 37,043 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷനും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ ബർത്തും ടോട്ടൽ ഡെത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ഈ ഡേറ്റയിൽ ഇയേഴ്സ്, പോപ്പുലേഷൻ, ഡെത്ത്, സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ക്രൂഡ് ഡെത്ത് റേറ്റും സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ 3 കോളം ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കുക, 0-9 വയസ്സിനിടയിൽ എത്ര ആളുകളുണ്ട്? 21,000 ആളുകളുണ്ട്. അവയ്ക്കിടയിൽ 350 ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ASDR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 350 ഡിവൈഡഡ് ബൈ 21,000 × 1000. ആ 3 0 വെട്ടിക്കളയും. 350/21 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16.67 കിട്ടും. ഇതേപോലെ ഓരോന്ന് ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടത്? 102/30,000 × 1000 ചെയ്യുമ്പോൾ 3.40 കിട്ടും. അങ്ങനെ നിങ്ങൾ ASDR കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളതിനെ A എന്ന് ചുരുക്കി വിളിക്കുന്നു. സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ എഴുതി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് കാണാൻ എന്ത് ചെയ്യേണ്ടത്? P × A ചെയ്യുക. എന്താ P × A എന്ന് പറഞ്ഞാൽ? ഓരോന്നിൻ്റെയും ഇൻറ്റു ചെയ്യുക. 22 × 16.67. അങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പിലും വരുന്ന ആളുകളുടെ ഡെത്ത് റേറ്റ് മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്യുക? അതൊക്കെ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റും സ്റ്റാൻഡേർഡ് പോപ്പുലേഷനുമായിട്ട് ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ PA എന്നുള്ള കോളം കണക്കാക്കും. അതിൻ്റെ ടോട്ടലാണ് എന്ത് പറയുക? സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ഓരോ ഏജിൽ എത്ര ഡെത്ത് റേറ്റ് ഉണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ കാര്യം തന്നെ, 10 വയസ്സിന് താഴത്തെ ഉണ്ടായിരിക്കും 420/30,000 ഇൻറ്റു 1000. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻസറിലേക്ക് പോകാം. അതാണ് ഇവിടെ പറഞ്ഞത്, 420/30,000 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 14 കിട്ടും. അപ്പോൾ 10 വയസ്സിന് താഴെ 14 നമ്മുടെ ഡെത്ത് റേറ്റ്. ഇനി 10 മുതൽ 19 വരെ എങ്ങനെ ചെയ്യേണ്ടത്? 180/20,000 ഇൻറ്റു 1000. അങ്ങനെ ഓരോന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് ASDF അല്ലെ, ASDR അല്ലെങ്കിൽ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ചോദിക്കുക, എങ്ങനെയാണത് കണക്കാക്കുക എന്നുള്ളത്. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുക. അപ്പോൾ 2 രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇൻറ്റു 1000 ആണെന്നുള്ളത് മറക്കരുത്. ഓക്കെ ആണല്ലോ? സോ മൂവിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. താഴെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക, ആളുകളുടെ എണ്ണം, എത്ര മെയിൽ ഉണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട്, എത്ര ലൈവ് ബേർഡ്സ് ഉണ്ട് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 0 to 89 അല്ല, 0 to 19 ആണ്. അത് ശ്രദ്ധിക്കണേ, 0 to 19 ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്തില്ല, ബർത്ത് റേറ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ ഒരു കുട്ടികളും ജനിക്കുന്നില്ല. 19 to 20 294 കുട്ടികൾ പുതുതായിട്ട് ജനിക്കുന്നു. മെയിൽ പോപ്പുലേഷൻ, ഫീമെയിൽ പോപ്പുലേഷൻ, ഇതിനിടയ്ക്ക് വരുന്ന 19 വയസ്സിനുള്ളിൽ വരുന്ന ആളുകളുടെ എത്ര മെയിൽ എത്ര ഫീമെയിൽ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫീമെയിൽ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു, അതാണ് താഴത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്രൂഡ് ബർത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, 20-24 വയസ്സിനും 20-39 വയസ്സിനിടയിലുള്ള ആളുകളുടെ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ചൈൽഡ് ബിയറിംഗ് ഏജിലുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നു. നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ ആഡ് ചെയ്യണം. മുഴുവൻ മെയിലിനെയും ഫീമെയിലിനെയും ഒക്കെ ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ മെയിൽ പോപ്പുലേഷൻ മുഴുവൻ ആഡ് ചെയ്യുക, ഫീമെയിൽ മുഴുവൻ ആഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടി? ഏകദേശം അല്ലേ 1,13,888 കിട്ടി. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബർത്തോ അത് ചെയ്തപ്പോൾ 1,801 കിട്ടി അല്ലേ. ഈ രണ്ട് മെയിൽ പോപ്പുലേഷൻ എത്രയാണ്, ഫീമെയിൽ എത്രയാണ് കൂട്ടിയപ്പോൾ 1,13,888 കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത്, അതായത് താഴത്തെ കോളം കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,801 കിട്ടി. ഇനി CBR ആണ്, ക്രൂഡ് ബർത്ത് റേറ്റ്. നമുക്കറിയാം എത്ര ആളുകൾ ജനിച്ചു ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 അല്ലേ, 1000 ചെയ്താൽ മതി. അപ്പോൾ 1,801 ആൾ ജനിച്ചു, അതിൽ 1,13,888 ആളുകളുണ്ടായിരുന്നു. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടി. എത്ര കിട്ടി? 15.81. അത് എളുപ്പത്തിൽ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. അപ്പോൾ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് ഇൻ ദ ഇയർ ടു ദ ഫീമെയിൽസ് ഏജ്ഡ് ബിറ്റ്വീൻ 20 to 24. അപ്പോൾ 20 to 24 ഇടയിൽ ജനിച്ച അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് എത്ര കുട്ടികളുണ്ടാവുന്നു, എത്ര ലൈവ് ബേർഡ്സ് ഉണ്ട്, അത് താഴത്തെ കോളം നോക്കുക. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് കിട്ടുന്നുണ്ട് 527 ഡിവൈഡഡ് ബൈ 20-24 വയസ്സിൻ്റെ ഇടയിൽ എത്ര ആളുകളുണ്ട്, എത്ര സ്ത്രീകളുണ്ട്? 9,013 ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 58.47. സെയിം വേ 20-29 ഇടയ്ക്ക്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും 20 മുതൽ 24 വരെ. അപ്പോൾ 20-29 ചെയ്യുന്ന സമയത്ത് 20-39 ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യേണ്ട കാര്യം 20-39 അപ്പോൾ ഈ ഒരു റേഞ്ച് എടുക്കണം. ഈ ഒരു റേഞ്ച് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ സ്ത്രീകളുടെ പോപ്പുലേഷനൊക്കെ ആഡ് ചെയ്യണം അല്ലേ. 9,013, 7,913, 5,910 ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, എന്നാലേ ടോട്ടൽ പോപ്പുലേഷൻ കിട്ടുള്ളൂ, ഫീമെയിൽ പോപ്പുലേഷൻ. മാത്രമല്ല അതിന് താഴെയുള്ള ഇതും ആഡ് ചെയ്യണം, എന്നാലേ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ ഇത് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ 64.42 നമുക്കിവിടെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാലിക്കറ്റിൽ 2001 പോപ്പുലേഷൻ 30,000 ആയിരുന്നു. അവിടുത്തെ ചില വൈറ്റൽ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ബർത്ത്, ഡെത്ത്,
ഇൻഫാൻറ്റ് ഡെത്ത്. ബർത്ത് 1200 ഡെത്ത് 495, ഇൻഫാൻറ്റ് ഡെത്ത് 110. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ളത് എന്തൊക്കെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് വളരെ ഈസിയാണ്. അതായത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തേക്ക്. ബർത്ത് റേറ്റ് എന്താണ്? ബർത്ത് ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 1000 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് എത്രയാണ്? 1200. ടോട്ടൽ പോപ്പുലേഷൻ എത്ര? 30,000 ഇൻറ്റു 1000 ചെയ്തു, 40 കിട്ടി ആൻസർ. ഡെത്ത് റേറ്റ്, ടോട്ടൽ ഡെത്ത് എത്രയാണ്? 495 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻറ്റു 1000, 16.5. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ട് എത്രയാണ്? 110. 110 ബൈ അതേപോലെ തന്നെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് 1200. അപ്പോൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ ഈ ശിശുക്കൾക്കിടയിലാണ് നോക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ 1200 എടുക്കാൻ പറ്റുള്ളൂ. ടോട്ടൽ പോപ്പുലേഷൻ എടുക്കാൻ പറ്റില്ല. ജനിച്ച കുട്ടികളിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് വന്നത്? 1200 വരാനുള്ള കാരണം. അപ്പോൾ 91.66%. ക്ലിയർ ആണല്ലോ? ഗ്രോത്ത് റേറ്റ് ആൾസോ കമ്പ്യൂട്ട് ദി ഗ്രോത്ത് റേറ്റ്. അത് ടോട്ടൽ പോപ്പുലേഷനിലുണ്ടായ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. ബർത്ത് റേറ്റ് 40, ഡെത്ത് റേറ്റ് 16.5 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ 2.35% ഇവിടെ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ദ ഹോൾ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു ദ ഹോൾ ഇൻറ്റു 1000. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി ക്യൂട്ടിയുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിനും ഫീഡ്ബാക്കിനൊക്കെ നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു.